ആശുപത്രികളിലും സ്വകാര്യ രക്തബാങ്കുകളിലും രക്തത്തിന് അമിത തുക ഈടാക്കുന്നതിന് തടയാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പ്രോസസിംഗ് ചാർജുകൾ ഒഴികെയുള്ള എല്ലാ ഫീസും ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. രക്തം വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. രാജ്യത്തുടനീളമുള്ള രക്തദാന കേന്ദ്രങ്ങൾക്ക് സർക്കാർ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ തീരുമാനം പാലിക്കാൻ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രക്തദാനത്തിന് സ്വകാര്യ ആശുപത്രികളിലും രക്തബാങ്കുകളിലും ശരാശരി 2000 രൂപ മുതൽ 6000 രൂപ വരെ ഈടാക്കുന്നുണ്ട്. രക്തത്തിന് ദൗർലഭ്യം നേരിടുകയോ അപൂർവ രക്തഗ്രൂപ്പ് ആവശ്യം വരികയോ ചെയ്താൽ ഫീസ് 10,000 രൂപ വരെയാകും. ഇതിനു പുറമെ പ്രോസസിംഗ് ഫീസ് ഈടാക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പുതിയ മാർഗനിർദ്ദേശം പ്രകാരം 250 രൂപ മുതൽ 1550 രൂപ വരെ മാത്രമേ പ്രോസസിംഗ് ഫീസ് ഈടാക്കാൻ കഴിയൂ. ഉദാഹരണത്തിന്, മുഴുവൻ രക്തമോ പാക്ക് ചെയ്ത ചുവന്ന രക്താണുക്കളോ ആണ് വിതരണം ചെയ്യുന്നതെങ്കിൽ 1550 രൂപ ഫീസ് ഈടാക്കാം. അതേസമയം പ്ലാസ്മയ്ക്കും പ്ലേറ്റ്ലെറ്റിനും ഒരു പാക്കറ്റിന് 400 രൂപയാണ് നൽകേണ്ടത്. ക്രോസ് മാച്ചിംഗ് ആന്റിബോഡി ടെസ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള അധിക രക്തപരിശോധനകൾ നടത്തുന്നതിനുള്ള നിരക്കുകളും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ചില കോർപ്പറേറ്റ് ആശുപത്രികൾ രക്തദാനത്തിന് അമിതമായി ചാർജ് ഈടാക്കുന്നത് തടയാൻ സർക്കാരിന്റെ ഈ നടപടി സഹായിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനിതക രോഗമായ തലാസീമിയ ബാധിച്ചവർ പതിവായി രക്തം സ്വീകരിക്കേണ്ടതായി വരും. മാസത്തിൽ 2 തവണയെങ്കിലും ഇത്തരക്കാർ രക്തം സ്വീകരിക്കേണ്ടതായുണ്ട്. അതിനാൽ അടിക്കടി രക്തം സ്വീകരിക്കേണ്ടി വരുന്നത് അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. നാഷണൽ തലാസീമിയ വെൽഫെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ JS അറോറ പറഞ്ഞു. സർക്കാരിന്റെ ഈ നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്തു. രക്തം വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് വാദിക്കുന്ന വിദഗ്ധർ ഉൾപ്പെടുന്ന ഡ്രഗ്സ് ആൻഡ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 62ാം യോഗത്തിലാണ് രക്തദാനത്തിന് അമിതമായി ഫീസ് ഈടാക്കുന്നത് തടയാനുള്ള നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചത്. പുതുക്കിയ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും സംബന്ധിച്ച് അഭിപ്രായം അറിയിക്കാൻ എല്ലാ രക്തകേന്ദ്രങ്ങളോടും സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.